യാത്രകളെ പ്രണയിക്കുക. യാത്രകളെ സ്വപ്നം കാണുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെ ആ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് യാത്രകളാണ്. ആ യാത്രകളിൽ നമ്മൾ കാണുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെ ആരും കേട്ടിട്ടില്ലാത്ത, കേൾക്കാൻ ആരുമില്ലാത്ത കഥകളുണ്ട്. മറ്റു ചില യാത്രകളുണ്ട്. വൈദ്യന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വേദനകളെ മറയ്ക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ചിലർ. ആ യാത്രകൾ കഴിയുമ്പോൾ അവർ മാറിയിരിക്കും. ഒരു വൈദ്യശാസ്ത്രത്തിനും നൽകാൻ കഴിയാത്ത യാത്രയുടെ മാജിക്. ആയിരത്തി 1990-കളുടെ തുടക്കത്തിൽ ശ്രീ കൃപാലുജി മഹാരാജ് ഒരു വലിയ ക്ഷേത്ര സമുച്ചയം സങ്കല്പിക്കാൻ തുടങ്ങി. അത് ധ്യാനത്തിനും ഭക്തിക്കും പറ്റിയ സ്ഥലമായിരിക്കണം. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡ് ജില്ലയിലെ മൻഗഡ് എന്ന ചെറിയ ഗ്രാമത്തിൽ ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഭഗവാൻ കൃഷ്ണൻ്റെ പ്രിയഭക്തയായ ശ്രീമതി രാധാറാണി അവിടെയാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു. ഇത് പ്രദേശത്തിന് വളരെയധികം ആത്മീയാർത്ഥം നൽകുന്നു. ആയിരത്തി 1996 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 1997 പൂർത്തിയായി. 80 ഏക്കർ സ്ഥലത്ത് ക്ഷേത്ര സമുച്ചയത്തിൽ പ്രധാന ക്ഷേത്രം, ഭക്തർക്കുള്ള താമസ സ്ഥലം, ഒരു ഡൈനിങ് ഹാൾ, ആശുപത്രി എന്നിവയുൾപ്പെടെ നിരവധി കെട്ടിടങ്ങളുണ്ട്. പരമ്പരാഗത ഉത്തരേന്ത്യൻ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച പ്രധാന ക്ഷേത്രം രാധാകൃഷ്ണനും സീതാരാമനും സമർപ്പിച്ചിരിക്കുന്നു. കൂടാതെ മനോഹരമായ കൊത്തുപണികളും കലാസൃഷ്ടികളുമുണ്ട്. ക്ഷേത്രത്തിൽ താഴത്തെ നിലയിൽ രാധാകൃഷ്ണൻ്റെയും 1-ാം നിലയിൽ സീതാരാമൻ്റെയും ദൈവിക ദേവതകളുണ്ട്. അതിനോട് ചേർന്ന് താഴികക്കുടത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു വലിയ ഘടനയുണ്ട്. ഇത് ഭക്തിഭവൻ എന്നറിയപ്പെടുന്നു. പ്രാർത്ഥന, ഭക്തിഗാനങ്ങൾ, ധ്യാനം എന്നിവ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആത്മീയാഭിലാഷങ്ങൾക്ക് ഇരിക്കാൻ ശേഷിയുള്ള സാധാരണ ഹാളാണിത്. ഇതിൻ്റെ സൗന്ദര്യവും അതുല്യമായ വാസ്തുവിദ്യയും പ്രയാഗ്രാജിന് സമീപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ഇതിനെ കിരീടമണിയിക്കുന്നുണ്ട്. ലാഭേച്ഛയില്ലാത്ത ചാരിറ്റി, വിദ്യാഭ്യാസ, ആത്മീയ സംഘടനയായ ജഗദ്ഗുരു കൃപാലു പരിഷത്താണ് ഇത് പരിപാലിക്കുന്നത്. ഗംഗാ നദിയുടെ വടക്കുഭാഗത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. अधर्मा